നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വിജയിച്ച പടം, ഒരു വമ്പിച്ച പടം എന്ന് പറയില്ലേ, ലക്കി ഭാസ്കർ, അതിനെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. ഇന്ന് നിമിത്തം പോലെ എനിക്കത് പറയാൻ തോന്നിയതാണ്. ലക്കി ഭാസ്കർ എന്ന് വെച്ചാൽ കണ്ടിട്ട് എനിക്ക് അധികം പ്രശംസിക്കാൻ തോന്നിയത് കൊണ്ട് പെട്ടെന്ന് അത് പറയാൻ തോന്നി. ഞാൻ വേറൊരു മാറ്റർ പറയാണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു പടം കണ്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കാരണം ഞാൻ ഈ ദുൽഖർ നിർമ്മിച്ച കിങ് ഓഫ് കൊത്ത കണ്ടിട്ട് ഭയങ്കര നിരാശയായിപ്പോയി. വളരെ പ്രതീക്ഷയായിരുന്നു. പക്ഷേ പടം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിലും പടം വൻ പരാജയമായില്ല എന്നാണ് തോന്നുന്നത്. മലയാളത്തിൽ അത്ര വിജയമായില്ല എന്നുള്ളതേ ഉള്ളൂ. മറ്റ് ഭാഷകൾക്ക് അത് ഓക്കെയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തോ നമുക്കത് നിരാശ തോന്നുന്നു. അതുപോലെ മുമ്പ് കൽക്കിയെ പറ്റി പറഞ്ഞല്ലോ, പരശുരാമനായിട്ട്. കൽക്കിയുടെ അടുത്തൊരു ഭാഗം വരുന്നു കേട്ടു. അതിൽ മിക്കവാറും പരശുരാമനായിട്ട് നമ്മുടെ ദുൽഖർ കലക്കും. ഞാൻ അതാണ് അടുത്ത പുള്ളിയുടെ പ്രതീക്ഷിച്ചിരുന്നത്. പുള്ളിയുടെ വേറെ ഉണ്ടെന്ന് പടങ്ങൾ, ഇങ്ങനെ വമ്പൻ പടങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് കുറച്ച് പുള്ളി, എനിക്ക് തോന്നുന്നത് ഈ കിങ് ഓഫ് കൊത്തയുടെ പരാജയം കൊണ്ട് മനഃപൂർവ്വം പുള്ളി കുറച്ച് ഗ്യാപ്പ് എടുത്താണെന്ന് തോന്നുന്നു. പിന്നെയാണ് ഈ ഭാസ്കരൻ്റെ വരവ്. അതൊരു വരവ് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആൾക്കാർ വിളിച്ച് വെച്ചത്, സാറേ കുറഞ്ഞു പോയല്ലോ സംസാരിച്ചത്, ഞങ്ങളുടെ DQ കുറച്ച് കൂടുതൽ അറിയണമെന്നുള്ളതുണ്ടെന്ന് പറഞ്ഞു. അത് കാലാകാലങ്ങളുള്ളതാണ്. മുമ്പ് നമ്മുടെ നടൻ ജയനെക്കുറിച്ചിട്ട് ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ജയനെക്കുറിച്ചൊരു എൻ്റെ ഇതിലിട്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞു ഇത് കുറഞ്ഞു പോയല്ലോ സാറെന്ന് പറഞ്ഞു. കാരണം നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. എത്ര കാലങ്ങൾക്ക് ശേഷമുണ്ടാണ് ഈ ജയനെക്കുറിച്ച് നമ്മൾ വീണ്ടും പറയുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഞാൻ ജയനെക്കുറിച്ചും നസീർ സാറിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതും അവർക്ക് പോരാ, അതിനി ഒരിക്കലാവാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം വന്നത്. അപ്പോൾ DQ കുറിച്ച്, അതായത് നിങ്ങളുടെ ദുൽഖർ സൽമാനെ, എനിക്ക് DQ എന്ന് പറയുന്നത് ഒരു അകൽച്ച പോലെ. കാരണം നമ്മുടെ പയ്യനത്. ഞാൻ 1986 കണ്ടറിഞ്ഞു എന്നുള്ള സിനിമ ഇവിടെ പാലക്കാട് അകത്തെത്തറ എന്നുള്ള സ്ഥലം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം നമ്മളെ വിളിച്ചറിയുന്നത്. മമ്മൂട്ടിയപ്പോൾ എൻ്റെ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഒരു മമ്മൂട്ടിക്കുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു പിതാവിൻ്റെ രണ്ടാമത്തെ പുത്രനാണ് എങ്കിലും നമുക്കെല്ലാം രണ്ടുമൊക്കെ വിവരണം ചെയ്ത് ഭയങ്കര ഹാപ്പിയാണ് പുത്രൻ ജനിച്ചത്. 2012 മറ്റോ ആണല്ലോ പുള്ളിക്കാരന് ഒരു പടത്തിൽ അഭിനയിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എത്ര പെട്ടെന്നാണ് കാലഘട്ടങ്ങളും പ്രായങ്ങളൊക്കെ മറിഞ്ഞു പോകുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടിയുടെ വീട്ടിൽ പോകുമല്ലോ. പിന്നെ ഈ പുള്ളിയുടെ ഈ ഗ്രോത്തൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ കണ്ടുവരെയല്ലേ. നമ്മൾ ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ പപ്പുവട്ടൻ കോൺട്രസാ എന്നൊക്കെ കളിയാക്കില്ലേ. ഇതിപ്പോൾ പറയാൻ കാരണം, മമ്മൂട്ടിയുടെ വീട്ടിൽ പനമ്പള്ളി നഗറിൽ വീട്ടിലൊരു കോൺഗ്രസ്സക്കാരുണ്ടായിരുന്നു. അന്ന് ഈ മോന് 4-5 വയസ്സുള്ളപ്പോഴത്തേക്ക് അപ്പച്ചി നമ്മുടെ കോട്ടസാ പോവാം എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടിട്ട് നമ്മുടെ സാമിരിഞ്ഞൊക്കെ എന്താ പറഞ്ഞേ, ഞങ്ങളുടെ കോട്ടസ എന്ന് പറയുമായിരുന്നു. അപ്പോൾ എനിക്കതിനെ പറ്റി അറിയില്ല. പിന്നീട് ഞാൻ ആലോചിക്കുന്നത്, മോൻ്റെ ആ കൗതുകം, വണ്ടിയോടുള്ള ഒരു ക്രൈസ് കുഞ്ഞുങ്ങൾക്ക്. മമ്മൂട്ടി ഒരു ക്യാമറയും പിന്നെ വണ്ടിയുടെ ക്രൈസുള്ളതാണല്ലോ വാപ്പച്ചി. പിന്നെ അത് മോന് കണ്ടും കേട്ട് വളരില്ലേ. ഇപ്പം തന്നെ ഞാൻ കേട്ടിടത്തോളം വണ്ടി ഇടാൻ തന്നെ സ്ഥലമില്ല. പനമ്പള്ളി നഗരത്തിലുള്ള വീട്ടിൽ, പഴയ മുമ്പ് വെച്ച വീട്ടിൽ നിറയെ വണ്ടി. ഞാൻ ഈയിടെ അതുവഴി പോയപ്പോഴത്തേക്ക് ഒന്നാം വീട്ടിലേക്ക് ഞാൻ കയറ്റി എത്തി നോക്കി, കാർ പോർച്ച് നിറയെ വണ്ടി കിടക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി ഇപ്പോഴത്തെ വീട്ടിലേ എനിക്കൊന്ന് പോകേണ്ടി വന്നു. കാരണം അന്ന് മമ്മൂട്ടി ഇവിടെ ഇല്ലെന്നറിയാം, എങ്കിലും എൻ്റെ സുഹൃത്തിന് മമ്മൂട്ടിയുടെ വീടെന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മമ്മൂട്ടിയുടെ വീടെന്ന് കാണണമെങ്കിൽ അവിടെ ആരുമില്ല, ഒരു ഹിന്ദിക്കാരൻ പയ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു വലിയ ഗേറ്റും നല്ലൊരു സ്ഥലമാണ്, എങ്കിലും സാറേ വന്ന് കാണണം. ആഗ്രഹം നോക്കിക്കൊണ്ട് നമ്മൾ മുൻപ് ഞാൻ മദ്രാസ് താമസിക്കുമ്പോഴത്തേക്ക് NT രാമറാവുവിൻ്റെ വീട് കാണാനായിട്ട് ആന്ധ്രയിൽ നിന്ന് ആൾക്കാർ വരും. അന്ന് NT രാമറാവു അവിടെ ഇല്ല, എങ്കിലും ആ വീട് കണ്ടുപോകുന്നത് സായുജ്യം അല്ല. അത് പറയും, ഞാൻ ചിറയൻകീഴ്, ഞങ്ങൾ അഞ്ചലിൽ താമസിക്കുമ്പം ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് ചിറയൻകീഴ് വന്ന് നസീർ സാറിൻ്റെ വീടിന് മുമ്പിൽ, ആ ഗേറ്റിന് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് നോക്കിയിട്ടൊക്കെ പോകും. ഇപ്പം നമ്മൾ ചിറയൻകീഴാണ് താമസമെങ്കിലും അന്നത്തെ ക്രൈസ്. അപ്പോൾ അതുപോലെ അന്ന് അദ്ദേഹത്തിന് ഞാൻ മമ്മൂട്ടി വീട് കാണിക്കാൻ കൊണ്ടുപോയി. വീടിൻ്റെ അപ്പോൾ ഹിന്ദിക്കാരോട് ചോദിച്ചപ്പോൾ അന്ന് ഇദ്ദേഹം DQ കിങ് ഓഫ് കൊത്തയിൽ ദുൽഖറെ ഷൂട്ടിങ് പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് പുള്ളി നേരിട്ട് കാണണമായിരുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ മാനേജർ അവിടെ പനമ്പള്ളി നഗറിലുണ്ട്, പപ്പായ എന്ന് പറയുന്നൊരു കടസനാണുള്ളത്. അവിടെ മാനേജറായിട്ട് കണ്ടിട്ട് ഒരു കാര്യം സംസാരിക്കാൻ പോയതാണ്. നമ്മൾ ഒരു സിനിമാറ്റിക് സംഭവം സംസാരിക്കാൻ പോയതാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് പുള്ളിയുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ട് പോയതാണ്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത്, സാറേ ഇപ്പോൾ
പുള്ളി ഈ കിങ് ഓഫ് കൊത്ത കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒന്നും ഒരു മലയാള പടം ചെയ്യുന്നില്ല. കാരണം വേറെ തമിഴിൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഹിന്ദി കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു സംഭവത്തിന് പോയപ്പോഴാണ് ഇയാൾക്ക് വീട് കാണണമെന്ന് പറഞ്ഞത്. ഞാൻ കൊണ്ടുപോയി വീടെ കാണിച്ചു. പുറമേ നിന്ന് കാണിക്കാനേ പറ്റുള്ളൂ. പിന്നീടൊരു സമയത്ത് എനിക്ക് ഇദ്ദേഹമായിട്ട് പോകാനുള്ള അവസരം വന്നില്ല. വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മമ്മൂട്ടി അവിടെ ഉള്ളപ്പോഴത്തേക്ക് നമുക്കൊന്ന് വിളിച്ചിട്ട് പോവാം, ഈ പുറമേ നിന്ന് കണ്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ കിങ് ഓഫ് കൊത്ത എനിക്ക് ശേഷം ഒരു നിരാശനായിരിക്കവേ നല്ലൊരു പടം കണ്ടു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് എൻ്റെ യൂട്യൂബിൽ ഇട്ടപ്പോഴത്തേക്ക് ആൾക്കാർ നിരന്തരം വിളിക്കണം, സാറേ കുറച്ച് പുള്ളിക്കാരൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്ന്. അറിഞ്ഞാൽ കൊള്ളാമെന്ന് വെച്ചാൽ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ശരി നോക്കട്ടെ. അദ്ദേഹം സിനിമയിൽ വരുന്നതിന് മുമ്പ് അറിയാമല്ലോ, അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം വൈറ്റിലെ ഒരു ടോക്കച്ച് എന്നൊരു സ്കൂളുണ്ട്. ഈ ടോക്കച്ച് സ്കൂള് ഒരു നല്ലൊരു സ്കൂളാണ്. അവിടെ പണ്ട് ഗീതം എന്ന സിനിമയൊക്കെ അവിടെ എടുത്തിട്ടുണ്ട്. ഗീത അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. സുകുമാരി ചേച്ചി പ്രിൻസിപ്പൽ ഒക്കെ ആയിട്ട് ടോക്കച്ച് സ്കൂൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ചക്കരമ്മയിൽ ബേബി ശാലിനി പഠിക്കുന്ന സ്കൂള് അതായിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. 1984 ടോക്കച്ച് ആ സ്കൂളിൽ. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ദുൽഖർ സൽമാൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം സെക്കൻഡറി വിദ്യാഭ്യാസമൊക്കെ പുള്ളിക്കാരൻ തമിഴ്നാട്ടിൽ മദ്രാസിലായിരുന്നു. അപ്പോൾ ഞാനന്ന് കേൾക്കാനാറിലാണ്. അപ്പോൾ ഞാൻ മമ്മൂട്ടിയെ കാണാനവിടെ പോകും. മമ്മൂട്ടിയും ലോഹിദാസുമായിട്ടൊക്കെ അവസ്ഥകളും സംസാരിക്കും. അവിടെ മമ്മൂട്ടിയുടെ വീട്ടിന് മുകളിലൊരു തിയേറ്റർ തന്നെയുണ്ട്. പുള്ളിക്കാരന് പ്രത്യേകിച്ച് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ലല്ലോ, പടം കാണുക, പടത്തിൽ അഭിനയിക്കുക, അല്ല വേറെ കമ്പനിയൊന്നുമില്ല. ഒരു വലിയ തിയേറ്ററുണ്ട്, ഒരു ഹോം തിയേറ്ററുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നൊരു ഇംഗ്ലീഷ് പടം കാണുന്ന രീതിയിൽ, ഇംഗ്ലീഷ് പടം പുള്ളി കൂടെ കാണുന്നത് ഉള്ള സൗണ്ട് സിസ്റ്റമൊക്കെയാണ് മുകളിൽ. അത് അണ്ണാനഗറിലാണ്, അടയാറിലാണ്. അവിടെ ഞാൻ പലപ്പോഴും പോകുമായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് മോനെ കാണാൻ പറ്റിയില്ല. അപ്പോഴും മോനൊക്കെ വന്ന് അവിടുത്തെ ശിഷ്യാസിൽ പഠിക്കുക. ശിഷ്യാസ് എന്ന് പറയുന്നത് മദ്രാസിൽ നമ്പർ 1 സ്കൂളാണ്. എൻ്റെ മക്കൾ പഠിച്ചത് പത്മശേഷാദ്രി എന്നൊരു സ്കൂളുണ്ട്. അവിടെയാണ് നമ്മുടെ ഭരതേട്ടൻ്റെ മക്കൾ പഠിച്ചത്. നമ്മുടെ ജയറാമിൻ്റെ മക്കൾ കാളിദാസൊക്കെ പഠിക്കുന്നത് അവിടെയാണ്. അത് ഞാൻ KK നഗറിൽ താമസിക്കുന്നതുകൊണ്ട് തൊട്ടടുത്താണ് ഈ പത്മശേഷാദ്രി എന്നുള്ള സ്കൂൾ. വളരെ ഫേമസ് സ്കൂളാണ്. അപ്പോൾ അതുപോലത്തെ ചില വലിയ വലിയ സ്കൂളാണ്. ഒന്നാണ് ഈ ശിഷ്യാസ് എന്ന് പറയുന്നത്. ആ ശിഷ്യാസിൽ പഠിപ്പിക്കുന്നതിന് പ്രത്യേകം ഒരു പാറ്റേൺ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ദാസേട്ടൻ്റെ മക്കളൊക്കെ പഠിച്ചത് അവിടെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീടാണ് അമേരിക്കയിലൊക്കെ പോയത്. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി, ഒരു കരിക്കുലം തന്നെ അവിടെ വേറെ രീതിയിലാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെയായിരുന്നു പുള്ളിക്കാരൻ്റെ ഹയർ സ്റ്റഡീസ്. അതിനുശേഷം പുള്ളി അമേരിക്കയിൽ പോയി അവിടെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി അമേരിക്കയിൽ പഠിച്ചു. പിന്നെ MBA പാസ്സായിട്ട് അവിടെ അമേരിക്കയിൽ ജോലി ചെയ്തു. പിന്നീട് ദുബായിൽ ജോലി ചെയ്തു. ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായെന്നുള്ളതാണ് ഒരറിവ്. അങ്ങനെ പുള്ളിക്കാരൻ പെട്ടെന്ന് അത് മമ്മൂട്ടിയുടെ മോനെന്ന് വിചാരിച്ചിട്ട് അഭിനയിക്കാൻ പറ്റുമോ? അഭിനയം മനസ്സിലുണ്ടെന്നുള്ളത് അറിയാം. അത് പുള്ളിക്ക് മമ്മൂട്ടി വലിയ അഭിനയത്തിൽ പ്രൊമോട്ട് ചെയ്യില്ലല്ലോ. അവരവരെ കഴിവുണ്ടെങ്കിൽ കയറി വരണമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ പുള്ളിക്ക്. അല്ല ഇദ്ദേഹത്തിൻ്റെ സിനിമ വന്നാൽ തന്നെ അത് പ്രൊമോട്ട് ചെയ്യാൻ മമ്മൂട്ടി നിൽക്കില്ല. അവരവരെ കഴിവ് അവരോട് ചെയ്യുക, തെളിയിക്കുക എന്നുള്ളതാണ്. അത് നല്ലൊരു രീതിയാണ്. കാരണം പിടിച്ചു പൊക്കിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. പ്രാഥമിക വിദ്യാഭ്യാസം എന്താണ് മക്കൾ കൊടുക്കാനുള്ളത്, ഒരു പേരൻസ് അത് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അത് തന്നെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. അല്ലാതെ ഓരോന്നിലും നീ ഡോക്ടറാവണം, എഞ്ചിനീയറാവണം, അല്ലെങ്കിൽ അതാവണം ഇതാവണം എന്ന് പറഞ്ഞിട്ട് അവരെ മനഃപൂർവ്വം അവരുടെ ഫ്യൂച്ചർ നശിപ്പിക്കാതെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് വിട്ടെടുക്കുക. എങ്കിലും ഇതൊന്നുണ്ട്, ഒരു 10ാം ക്ലാസ് വരെയൊക്കെ നമ്മുടെ അഭിരുചി പേരൻസ് തന്നെ ഒരു ഇന്ന രീതിയിലേക്ക് പോകണം, എന്നൊരു മാർഗ്ഗദർശിയായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോഴൊരു 10ാം ക്ലാസ് കഴിയുമ്പോൾ നമുക്കറിയാം അവരുടെ ടേസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നുള്ളത്. മാത്രമല്ല ഒരു ഗ്രാജുവേഷൻ വരെ നമ്മുടെ ഒരു ഗൈഡൻസ് വേണം. അത് കഴിഞ്ഞ് വരെ എങ്ങോട്ടാകട്ടെ. അതുപോലെ തന്നെ മമ്മൂട്ടി എന്നുള്ളൊരു രക്ഷകർത്താവ്, ഒരു ഉപ്പ, ആ രീതിയിൽ തന്നെയാണ് മോനെ. പിന്നെ സിനിമയിൽ അഭിനയിക്കാനെന്ന് മമ്മൂട്ടി ഒരിക്കലും ആരോടും പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. പക്ഷേ മമ്മൂട്ടിയുടെ മകൻ സിനിമയിൽ വരണം എന്നുള്ളതൊരു നിയോഗം തന്നെയാണ്. അത് വന്നു കണ്ടു, കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. കീഴടക്കിയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട്. അത് നമ്മൾ കണ്ടറിയുന്ന ചിലവ്. അദ്ദേഹത്തിൻ്റെ ഈ ആദ്യത്തെ പടമുള്ള സെക്കൻഡ് ഷോ, ആ സെക്കൻഡ് ഷോയിൽ പുള്ളിക്കാരനൊരു പടം വന്നപ്പോൾ പുതുമുഖങ്ങളുടെ വെച്ചിട്ട് ഒരു പടമാണ്. എന്നാൽ വലിയ പ്രൊമോട്ട് ചെയ്യാനൊന്നും മമ്മൂട്ടി പോയില്ല. ആ പടം ഒരു വലിയ വിജയമായിരുന്നില്ല. എങ്കിലും ഒരു മഴയത്തൊക്കെ ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ ഞാൻ പണ്ട് കണ്ട പടമാണത്. ഒരാൾ വരുന്നതും അദ്ദേഹത്തോട് പറയുന്നതും അതിലൂടെ പോകുന്നൊരു കഥകളൊക്കെ പോകുന്ന രീതിയിലാണ് സെക്കൻഡ് ഷോ. അതിനുശേഷം പുള്ളി അഭിനയിക്കുന്ന പടമാണ് നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഉസ്താദ് ഹോട്ടൽ. തിലകേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത്, ഉപ്പാപ്പാനെ വിളിച്ചും കൊണ്ട് ഒരു പേരക്കുട്ടിയെ പോലെ നല്ല ഒരു കൗതുകത്തോടെ. ആ പടം ഒരു വമ്പൻ വിജയമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ശരിക്ക്
ഈ ദുൽഖർ സൽമാൻ്റെ ഒരു അഭിനയത്തിൻ്റെ രീതി എന്ത് അയത്നലളിതമായ രീതിയിലുള്ളൊരു സമീപനമാണ്. അന്ന് വരെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സമീപനം. അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല, ജീവിക്കുകയാണ് എന്നുള്ളതല്ലേ. അത് തുടർന്നുള്ള പടങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നില്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു നടൻ്റെ മലയാള സിനിമയിലേക്കുള്ള ഒരു വരവ് തന്നെയായിരുന്നു എന്നുള്ളതിന് ആ പടത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. 2012 ഫെബ്രുവരി 3 സെക്കൻഡ് ഷോ എന്ന പടം, ദുൽഖർ സൽമാൻ്റെ ആദ്യത്തെ പടം. കുറേ പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന നല്ലൊരു ചിത്രമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ്. 2013 ABCD എന്നൊരു പടം, അതിൽ വ്യത്യസ്ത പ്രമേയമായിട്ട് അതിൽ വന്നു. അതിൽ നല്ലൊരു പാട്ടൊക്കെ പാടി, ജോണി മേനെ ജോണി എന്നൊക്കെ ഒരു പാട്ടൊക്കെ ഇല്ലേ, അതിൽ പാടി ഒരു ഗായകൻ എന്നുകൂടി പുള്ളി തെളിയിച്ച ഒരു ചിത്രമാണ് ABCD. നല്ലൊരു ചിത്രമായിരുന്നു. എപ്പോഴും യാത്രികൾക്ക് സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരുന്നു നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. ആ പടം എനിക്ക് പല പ്രാവശ്യം കാണുമ്പോഴും നല്ലൊരു സിനിമയാണത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ഇതിൽ യൂട്യൂബിൽ പറഞ്ഞിരുന്നു അതിൽ അവാർഡ് കിട്ടിയെന്ന്. പക്ഷേ അതിന് ദുൽഖർ സൽമാൻ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ചേട്ടാ അതല്ല എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ചാർലി എന്ന സിനിമയിലായിരുന്നു എന്നാണ്. എൻ്റെ ധാരണ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണല്ലോ ഇത്, ഈ പറഞ്ഞ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. പക്ഷേ ചാർലി എന്ന് പറയുന്നൊരു സംഭവം ഒരു യുവ മനസ്സിൽ പിടിച്ചിരുത്തിയ ഒരു പടമാണ്. എനിക്കെന്തോ ഇഷ്ടപ്പെട്ട ചാർലി എന്ന് വെച്ചാൽ അതിലൊരു ഇത് എവിടെ നിന്നോ വരുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ പോകുന്നു, ഒരു അന്തവും കുന്തവും ഇല്ലെന്നൊക്കെ പറയില്ലേ. ഇപ്പം പറഞ്ഞാൽ നമ്മുടെ മോഹൻലാലിൻ്റെ മകനല്ലേ പ്രണവിൻ്റെ ഒരു കഥാപാത്രം ഇപ്പോൾ യഥാർത്ഥ ജീവിതം അങ്ങനെ എന്ന് തോന്നുന്നു. ഇവിടെ പ്രണവിൻ്റെ അമ്മ സുചിത്ര ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ട് ഇപ്പം മോൻ എവിടെയെന്ന് ചോദിച്ചപ്പം അവനിപ്പോൾ ഏതോ രാജ്യത്തെ ഒരു സ്പെയിനിലോ മറ്റോ ആണ്, അവിടെ നിന്ന് ജോലി, അതിൽ കുതിരയ്ക്ക് തീറ്റ കൊടുക്കുകയോ ആടിന് വെള്ളം കൊടുക്കുകയാണ് എന്തൊക്കെയോ പറയുന്നു സുചിത്ര. അതെങ്ങനെ ശമ്പളമൊന്നുമില്ല, അവന് ചായ കൊടുക്കും, ആഹാരം കൊടുക്കും, ഇതൊക്കെ തന്നെയാണ് അവൻ്റെ ജോലി. സ്പെയിനിലോ മറ്റാണെന്ന് ഇന്നലെ ഞാൻ കണ്ടതാണ്. അപ്പോൾ അവൻ്റെ രീതി, അപ്പോൾ ഞാൻ ആലോചിച്ചു ഇങ്ങനെയും കഥാപാത്രങ്ങൾ ഇത് നേരത്തെ നമ്മുടെ ഇതിൽ ദുൽഖർ ചെയ്തു അതിൽ ചാർലിയിൽ എവിടെ നിന്നോ വരുന്നു, എങ്ങനെ പോകുന്നു. പക്ഷേ അതൊരു വ്യത്യസ്ത പ്രമേയം തന്നെയായിരുന്നു കേട്ടോ. അത് ആർക്ക് കണ്ടാലും വീണ്ടും വീണ്ടും കാണുന്ന ആ പടത്തിനാണ് പുള്ളിക്കാരന് കേരള ഗവൺമെൻറ് അവാർഡ് കിട്ടിയത്. എനിക്ക് പുള്ളിക്കാരൻ ഞാൻ ആലോചിച്ചതിപ്പം എപ്പോഴും ദുൽഖർ സൽമാൻ കണ്ടു. എൻ്റെ ഈ ചാനലിൽ അദ്ദേഹം കാണുന്നത് എനിക്കറിയില്ല. പക്ഷേ വേറെ സംഭവമുണ്ട്, മമ്മൂട്ടി അതുപോലെയാണ്. മമ്മൂട്ടി ഇന്ന് വരെയുള്ള സംഭവങ്ങൾ മുഴുവൻ അപ്ഡേറ്റാണ്. ക്യാമറയും കാറും അതുപോലെ തന്നെ ഇതും എല്ലാ കാര്യങ്ങളിലും പുള്ളി അപ്ഡേറ്റാണ്. അപ്പോൾ അതുപോലെയാണ് ഞാൻ തോന്നിയത്. ഞാൻ വിചാരിച്ചാൽ ഇത് ഞാൻ ദുൽഖറിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വ്യൂവേഴ്സ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ കറക്റ്റ് പറഞ്ഞിരിക്കുന്ന ഈ മെസ്സേജ് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് കേട്ടോ. അത് ചേട്ടൻ്റെ ഇൻ്റർവ്യൂ കലക്കിയെന്ന് അതുകൊണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു വലിയ ഞാൻ പറയണമെങ്കിൽ ഒരു കൊച്ചു പയ്യൻ എന്ന് പറയുന്നത് ഞാൻ പറയെങ്കിൽ ഒരു മഹാനടൻ്റെ മകൻ, അടുത്തൊരു മഹാനടൻ ഇത് കണ്ടുകൊണ്ട് എൻ്റെ ആ ഇൻ്റർവ്യൂ നന്നായിരിക്കണേ, നല്ലതായിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ അപ്പോൾ ആ ദുൽഖറിൻ്റെ ഒരു രീതി രീതിയിലും എങ്ങനെയും പോകുന്ന ഒരു മനസ്സ്, അല്ലാതെ ഞാനൊരു വലിയ നടനാണ് എന്തിനു മറുപടി കൊടുക്കണം എന്നുള്ളതല്ല പുള്ളി. കറക്റ്റായിട്ട് ഒരു സിമ്പിൾ ഇല്ലേ, അങ്ങനെ വേണം. പിന്നെ അമൽ ധീരജിൻ്റെ 5 ചിത്രങ്ങൾ എന്തായാലും കുള്ളൻ്റെ ഭാര്യ അത് നല്ല പേരെടുത്ത സംഭവമായിരുന്നു. അതായത് അതിൽ കുറേ സംഭവങ്ങളുണ്ട്, പടങ്ങളുണ്ടെങ്കിലും ആ കുള്ളൻ്റെ ഭാര്യ നമുക്ക് കണ്ടാൽ അതിൽ ദുൽഖറിൻ്റെ പ്രകടനം ഒരു പ്രത്യേക രീതി തന്നെയായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, അത് കീടുക്ക സാധനമാണത്. അതായത് ഓരോന്നോരോന്ന് പുള്ളിക്കാരൻ വ്യത്യസ്തമായിട്ട് ചെയ്തു വരുമ്പോഴാണ് ഒരു നടൻ്റെ റേഞ്ച് നമ്മൾ വിലയിരുത്തുന്നത്. ഇനിയിപ്പോഴും ഗുണങ്ങളൊന്നും തീർന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഈ ലക്കി ഭാസ്കർ കണ്ട പുള്ളി അഭിനയിച്ചിട്ടില്ല. ഒരു തെലുങ്ക് പടത്തിൽ ഒരു മലയാള നടൻ പോയി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്തുമാത്രം തെലുങ്കരെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതൊക്കെ ഉള്ളണം, അതിൽ അഭിനയിക്കാൻ തോന്നില്ല. അതിലൊരു സാധാരണക്കാരൻ ഒരു ജീവിതം രണ്ടിടത്ത് മുട്ടിക്കാൻ വേണ്ടി 6000 രൂപ കിട്ടുന്ന ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥൻ, ഭാര്യ, ഒരു നല്ല മകൻ, നല്ല സുഖമില്ലാത്ത അച്ഛൻ, ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത്. പാവം ഒരു ചേത്തൻ സ്കൂട്ടർ, അത് പലിശക്കാരൻ വന്ന് നശിപ്പിക്കുക. അപ്പോൾ ഒരു വിഷമം മനസ്സിലൊക്കെ അതെല്ലാം എങ്ങനെ, അതായത് ഒതുക്കി അഭിനയിച്ചിരിക്കുക പുള്ളി. സാധാരണക്കാരൻ്റെ മനസ്സിൻ്റെ ദുഃഖം
അപ്പോൾ പുള്ളിക്കാരനെ തോന്നിച്ചാൽ പണം ഉണ്ടാക്കണം. പക്ഷേ ആ പണം ഉണ്ടാക്കുന്നതിന് മോശമായ മാർഗ്ഗം സ്വീകരിക്കാൻ പുള്ളിക്കാരൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എങ്കിലും പണമുണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ സാധിക്കുള്ളൂ, കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഗ്രാജ്വലി പുള്ളി ഒരു ചെറിയ ഗ്രേ ഷെയ്ഡുള്ള ഒരു നെഗറ്റീവിൻ്റെ രീതിയിൽ പോകുന്ന രീതിയിലുള്ള പോക്ക്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഒരു കഥാപാത്രം മോശമായ രീതിയിൽ പോകുന്നത് കാണുമ്പോൾ നമുക്ക് അയ്യേ ശേഷന് തോന്നും. പക്ഷെ ഇതല്ല. അദ്ദേഹം ആദ്യമായിട്ട് ചെറിയൊരു സംഭവം ബാങ്കിൽ നിന്ന് ചെറിയ തിരിമറി ഒരു 2 ലക്ഷം രൂപ എടുത്തിട്ട് തിരിച്ചു വയ്ക്കാമെന്ന രീതിയിൽ എടുക്കുമ്പോഴും അത് പിടിപെടരുതേ എന്നുള്ളതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആഗ്രഹം. അതിനാ സംവിധായകർ സംഭവിച്ചിട്ടുള്ളൂ. കഥയും തിരക്കഥയും അതിനൊപ്പം നമ്മൾ സാധാരണ വിചാരിക്കും ഓക്കെ എന്നൊരു സമയത്ത് ആ പൈസ അതിൻ്റെ ലാഭം കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുപോയ ആൾ വരാതിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. നമ്മൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കും. വരുമോ ഇല്ലേ, പറ്റിക്കപ്പെട്ടോ എന്നൊരു വേദന നമുക്കുണ്ടാകുന്നു. അത് ആ കഥാപാത്രത്തിൻ്റെ വേദന അത് ആ മുഖത്ത് വളരെ മനോഹരമായിട്ട് ദുൽഖർ സൽമാൻ കാണിച്ചിരിക്കുന്നുള്ളതാണ്. ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ ഇല്ലാതെ ആ ടെൻഷനില്ലേ അത് മനോഹരമായിരിക്കുന്നു. രണ്ടാമത് സംഭവം അതിലുണ്ടായി എങ്കിലും ഗ്രാജുവലായിട്ട് പുള്ളി അതിൽ നിന്ന് മെല്ലെ മെല്ലെ പണമുണ്ടാക്കുന്നു. ഭാര്യയ്ക്ക് സംശയം തോന്നുന്നു, ഭാര്യയോട് ചില കള്ളങ്ങൾ പറയുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ സംഭവിക്കാറുള്ളതാണ്. ചില കള്ളങ്ങൾ നമ്മൾ ഭാര്യയെടുത്ത് പറഞ്ഞു പോവും, മനഃപൂർവ്വം അല്ല. അത് അന്നേരം ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളതിന് മാറി ഒരു കഥാപാത്രമായിട്ട് ഒരു രീതി ഭർത്താവിൽ മാറുമ്പം ഏത് ഭാര്യമാരും സംശയിക്കും, നിനക്ക് ഈ പണം എവിടെ നിന്ന്. അപ്പോൾ നമ്മൾ പറയില്ലേ, അപ്പം നിന്നാൽ മതി കുഴി എണ്ണണ്ട എന്നൊരു പഴയ പ്രൈസ് പറയുമല്ലോ. ഇവൻ ഈ പൈസ ഉണ്ടാക്കാൻ പെടുന്ന പാട് ഓരോ ഗൃഹനാഥന്മാർ എന്തെല്ലാം രീതിയിലാണ് ഉണ്ടാക്കുന്നുള്ളത് ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അറിയില്ലല്ലോ. മോശമായ രീതിയിൽ പൈസ ഉണ്ടാക്കണമെന്നുള്ളത് ഭാര്യമാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഭർത്താവ് മോശമായ രീതിയിൽ പോകുന്നോ എന്നൊരു ഭയം കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകൾക്കുള്ളത്. അത് ഈ കഥയിലും ആ ഭാര്യ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും പുള്ളിക്കാരൻ്റെ ഈ ചെറിയ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പം നമുക്കും ദേഷ്യം തോന്നും, എന്തിനീ ചോദിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നമുക്കൊരു ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. എവിടെ പോയി നിൽക്കുന്നത്, എന്തായിരിക്കും, അതും അഭിനയിക്കുന്നത് ആരാണ്? നമ്മുടെ ദുൽഖർ സൽമാനാണ് അഭിനയിക്കുന്നത്. പിടിപെടുമോ ഇല്ലേ, ഈ എടുത്ത പണം തിരിച്ചു കൊടുക്കുമോ, ബാങ്കിൻ്റെ സ്ഥിതി എന്തായിരുന്നു രീതി എന്നൊക്കെ ഒരു ഭയങ്കര, അതാണ് ആ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. പുള്ളി ഒരു പാൻ ഇന്ത്യൻ നടനായി മാറിയത് എനിക്ക് തോന്നുന്നത് അഞ്ജലി മേനോൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ബാംഗ്ലൂർ ഡേയ്സ്. അതൊരു കുറേ അഭിനേതാക്കളെ നിർത്തിക്കൊണ്ട് നല്ലൊരു വ്യത്യസ്തമായ പ്രമേയം അഞ്ജലി മേനോൻ അവതരിപ്പിച്ചു. അതിലും നമുക്ക് ദുൽഖർ സൽമാൻ്റെ കഥാപാത്രമാണ് എല്ലാവരും പ്രശംസിക്കുന്നതും ഇഷ്ടമുള്ളതും. അതിലൂടെയാണ് ദുൽഖർ സൽമാൻ ഒരു പാൻ ഇന്ത്യൻ നടനായി മാറിയത്. അങ്ങനെയല്ലേ പുള്ളിക്കാരനൊരു ബോളിവുഡിലേക്കുള്ളൊരു പ്രവേശം ഒരു പക്ഷേ ഈ ബാംഗ്ലൂർ ഡേയ്സിലൂടെ ആവാം എന്ന് ഞാൻ കരുതുകയാണ്. എന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു സംവിധാനമാണല്ലോ മണിരത്നം. അദ്ദേഹത്തിൻ്റെ ഓ കാതൽ കൺമണി എന്നൊരു തമിഴ് പടം, അതിൽ ഒരു പ്രത്യേക വേഷം തന്നെയാണ് നമ്മുടെ ദുൽഖർ. അങ്ങനെ പടിപടിയായിട്ട് ഓരോ സംവിധായകരുടെ പടങ്ങൾ ചെയ്യുമ്പം അതിലൂടെ പുള്ളിക്കാരൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പ്രത്യേക കഴിവ്, ഒരു വ്യത്യസ്തത എന്നും പുറത്തി പോകുന്നൊരു നടനാണ് ഇത് ദുൽഖർ സൽമാൻ. നമ്മുടെ മഹാനടി എന്നൊരു സിനിമ ഉണ്ടല്ലോ, നമ്മുടെ സാവിത്രി ഗണേശൻ്റെ അവരുടെ കഥ, സംഭവം ജീവിതകഥ, അത് ജമിനി ഗണേശൻ റോളായിട്ട് ആ രീതിയാണ് പുള്ളിക്കാരൻ അഭിനയിച്ചത്. ആ മഹാനടി തെലുങ്കിലൊരു വലിയ വിജയമായിരുന്നു. അതുപോലെ തെലുങ്കിലൊരു വലിയ വിജയമായ ചിത്രമായിരുന്നല്ലോ സീതാരാമൻ. അതിൽ വ്യത്യസ്തമായ കഥാപാത്രം. തെലുങ്കിൽ പല ഡയറക്ടേഴ്സും ഈ പുള്ളിക്കാരനെ അഭിനന്ദിച്ചുകൊണ്ട് എഴുതിയിരുന്നു. ഒരു ഡയറക്ടർ എഴുതി, ഞാൻ നിന്നെ വെറുക്കുന്നു എന്നറിയാം, നിൻ്റെ അഭിനയം, നിൻ്റെ രീതി, അതുകൊണ്ട് അല്ലയോ യുവാവേ ചെറുപ്പക്കാരാ എന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തിക്കൊണ്ട് ഈ ദുൽഖർ സൽമാനെ ഞാൻ വെറുക്കുന്നു എന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള രീതിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതായത് എവിടെയും ഏത് രീതിയിലും ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അത് ഇന്ന ഭാഷയൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മലയാളത്തിൽ മലയാള നടന്മാർ, തമിഴ് നടന്മാർ, തെലുങ്ക് നടന്മാർ എന്നൊക്കെയായിരുന്നു. അത് ഇപ്പോഴെല്ലാം മാറി. ഇപ്പോൾ കമലഹാസൻ്റെ മിക്ക പടങ്ങളിലും നമ്മുടെ നെടുമുടി വേണു അങ്ങോട്ട് പോകും ഇല്ലേ. പിന്നെ വേറെ നമ്മുടെ മലയാളത്തിൽ മിക്ക ആർട്ടിസ്റ്റ് പ്രതാപേന്ദ്രൻ, രാജംബി ദേവ്, ഇവിടെ കെ ടി കുഞ്ഞുമോൻ്റെ പടത്തിലൊക്കെ രാജംബി ദേവ് അങ്ങോട്ട് പോയിട്ട് നല്ല വേഷം ചെയ്യും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ അന്തരിച്ച ദില്ലി ഗണേഷ്
എത്ര പടങ്ങളിലാണ് ഇവിടെ ഇന്നലെ വഴങ്ങിയാന്ന് പുള്ളി മരണപ്പെട്ടു. നല്ല നടനാണ്. പിന്നെ ഇത് അഭിനയിച്ച നല്ല നല്ല പടങ്ങൾ ഞാൻ ഓർത്തുണ്ടെങ്കിൽ 100 Days of Love, വിക്രമാദിത്യൻ, കലി എന്ന സിനിമയിൽ ഒരു ദേഷ്യക്കാരനായൊരു കഥാപാത്രം. ആ പടത്തിൽ പ്രമേയമേ അത് തന്നെയാണ്. അത് ഞാൻ അന്ന് വരെ നമ്മൾ കാണാത്തൊരു വ്യത്യസ്തമായൊരു പെർഫോമൻസ് തന്നെയായിരുന്നു കലിയിൽ ദുൽഖർ സൽമാൻ്റെ അവതരണം. കമ്മട്ടിപ്പാടത്തിലാണെങ്കിലോ വിനായകൻ്റെ അവിടെയൊക്കെ വിനായകൻ തകർത്തഭിനയിച്ചൊരു പടമാണ് കമ്മട്ടിപ്പാടം. അതിൽ കൃഷ്ണൻ എന്ന കഥാപാത്രം മനോഹരമായിട്ട് പുള്ളി പെർഫോം ചെയ്തു. കമ്മട്ടിപ്പാടം അത് രാജീവ് രവിയായിരുന്നു. രാജീവ് രവി നല്ലൊരു ഡയറക്ടർ, നല്ലൊരു സിനിമാറ്റോഗ്രാഫറൊക്കെ ആണല്ലോ. അദ്ദേഹത്തിൻ്റെ മിക്ക പടങ്ങളും കലാമൂല്യമുള്ള പടങ്ങൾ തന്നെയായിരിക്കും. പുള്ളി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനാണ്. അപ്പോൾ അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അത് ക്യാരക്ടേഴ്സ്, ഓരോ ക്യാരക്ടേഴ്സിനും ജീവനുണ്ട് ഈ രാജീവ് രവിയുടെ പടങ്ങളിൽ. അതിൽ തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളാണെന്ന് വിനായകനും ഈ പറയുന്ന നമ്മുടെ ദുൽഖർ സൽമാൻ അഭിനയിച്ചത്. പിന്നെ പുള്ളി സ്വന്തമായിട്ട് നിർബന്ധമായപ്പോഴത്തേക്കാണ് വരനെ ആവശ്യമുണ്ടെന്ന സിനിമ എടുത്തു. അത് ഒരു വലിയ രീതിയിൽ പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എടുത്തു പറയേണ്ട സിനിമകളാണ് ഞാൻ, മഹാനടി, കുറുപ്പ് എന്ന സിനിമയിൽ ഒരു നിഗൂഢതയ്ക്കുള്ളൊരു കഥാപാത്രമാണല്ലോ സുകുമാരക്കുറുപ്പിൻ്റെ ജീവിതം. ഇപ്പോഴും സുകുമാരക്കുറുപ്പ് എവിടെയാണ്, ഉണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മുടെ പോലീസ്. ഒരുപക്ഷേ മരിച്ചവരുണ്ടാവാം, കുറേ അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രായമുണ്ടാവുമല്ലോ, ഏതാണ്ട് 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതിൽ സുകുമാരക്കുറുപ്പായിട്ട് പുള്ളിയുടെ ഒരു പ്രകടനം നല്ലൊരു പ്രകടനമായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞില്ലേ ഞാൻ, അത് നല്ലൊരു പ്രകടനമായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയാണ് പുള്ളിക്കാരൻ ഓരോരോ പടവുകൾ കടന്നു കയറുന്നത്. പുള്ളി ഒരു നല്ല നിർമ്മാതാവാണ്. ഇനിയും പുള്ളിക്കാരൻ്റെ നല്ല ചിത്രങ്ങൾ പ്രതീക്ഷിക്കാം. അദ്ദേഹം ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബൽ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന രീതിയിലുള്ള ഇൻ്റർവ്യൂ. പക്ഷേ അത് നെഗറ്റീവായിട്ടല്ല പുള്ളി പറഞ്ഞത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെന്ന് പറഞ്ഞൊരു മഹാനടനാണ്. അദ്ദേഹം അഭിനയിച്ച് എവിടേക്കോ എന്നോ തുടങ്ങി എത്ര വർഷങ്ങളായി. ഇന്നും മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന 2 വലിയ സൂപ്പർ സ്റ്റാറുകളാണ്. അപ്പോൾ അവരുടെ മക്കളാണ് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ. പുള്ളിക്കാരൻ അവനെ അഭിനയിക്കാൻ വലിയ താല്പര്യമില്ല. പുള്ളിക്കാരൻ മേഖലയെ വേറെയാണ്. ഇദ്ദേഹത്തിന് അഭിനയം ഉണ്ടായിരുന്നിട്ടും മനസ്സിലുണ്ടായിരുന്നിട്ട് അത് അടക്കി പിടിച്ചിട്ട് മറ്റ് ജോലികൾ തേടിപ്പോയി പിന്നെ തിരിച്ചു വന്ന ആളാണ് നമ്മുടെ ദുൽഖർ സൽമാൻ. അതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ വരും. ഞാനും പണ്ട് ചെറുപ്പത്തിൽ കോളേജ് പഠിക്കുമ്പോഴേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അത് നടക്കാൻ സാധ്യതയില്ല എന്ന് തോന്നിയെങ്കിലും അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിൽ ജോലിക്കൊക്കെ പോയത്. ബാംഗ്ലൂർ ജോലിക്ക് പോയെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ അഭിനയം എന്നുള്ള സംഭവം കിടക്കണം. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ അപേക്ഷ അയച്ചു. എനിക്ക് ഇൻ്റർവ്യൂ കാർഡ് വന്നു. ഞാൻ അവിടെ പോയപ്പോഴത്തേക്കാണെന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പിന്നീട് ആ ബാച്ചൊന്നും അറിയില്ല. മോഹൻലാലല്ല, രജനീകാന്ത്. എല്ലാം മോഹൻലാലും മമ്മൂട്ടിയുടെ പേരാണ് ഇപ്പോഴും വരുന്നത്. രജനീകാന്ത്, ശ്രീനിവാസൻ. രജനീകാന്ത് അല്പം സീനിയറാണ്. പിന്നെ അയ്യൂബ്, ജെയിംസ്, ചിരഞ്ജീവി ഒക്കെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല. കാരണം 2 വർഷം പഠിക്കണം. അതിനുള്ള അവസരം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ജോലി ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള അവസരം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോയതും. ഞാൻ പിന്നെ തിരിച്ച് പെട്ടെന്ന് വീണ്ടും മദ്രാസിൽ വന്നു. കാരണം അഭിനയം മനസ്സിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ ദുൽഖർ സൽമാൻ്റെ കാര്യം പറയുകയാണ്. നമ്മൾ എവിടെ എന്ത് ജോലി ചെയ്താലും എന്ത് രീതിയിൽ പോന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ഒരു കലാകാരൻ, ഒരു ആക്ടിങ് ഉണ്ടെങ്കിൽ, ആക്ടിങ് ആയാലും ശരി, മ്യൂസിക്കായാലും ശരി, ആർട്ട് ഡയറക്ഷൻ ആയാലും ശരി, കഥ എഴുതുന്ന സംഭവമായാലും ശരി, അവരുടെ മനസ്സിൽ കല എന്ന സംഭവം വന്ന് കയറിയാൽ അതിലേക്ക് തന്നെ വരും. മറ്റെന്തും നമുക്ക് ജോലി ഡൈവേർട്ട് ചെയ്ത് പോവാം. ഇതങ്ങനല്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അമേരിക്കയിൽ ജോലി ചെയ്താലും ശരി, ബാംഗ്ലൂരിലെ IT മേഖല ജോലി ചെയ്താലും ശരി, ഒടുവിൽ സിനിമയിലേക്ക് എത്തിയത് മോശമായില്ല. നമുക്കെല്ലാം വലിയൊരു നടനെ കിട്ടിയില്ലേ. പിന്നെ ഈ പറഞ്ഞ മാതിരി നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറയുകയാണ്. മമ്മൂട്ടിയുടെ ഒരു നടനായതുകൊണ്ട്, മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് മമ്മൂട്ടിയുടെ നടനം അതുപോലെ പ്രതീക്ഷിക്കരുത്. ഇത് യുവാവല്ലേ, ചെറുപ്പക്കാരനല്ലേ. ഇനി എന്തെല്ലാം പടവുകളിലേക്ക് പുള്ളി കടന്ന് കയറണം, അത് വ്യത്യസ്തമായ രീതിയിലൂടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ നടൻ്റെ വലിയ അഭിനയ മുഹൂർത്തങ്ങൾ നമ്മളിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് മാത്രം ഈ ചെറിയ കാലഘട്ടം കൊണ്ട് മാത്രം അത് നിർമ്മാതാവായിട്ട് പടങ്ങൾ വിജയിച്ചു. പല പരീക്ഷണങ്ങൾ പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെറുപ്രായത്തിലുള്ള ഈ ദുൽഖർ സൽമാനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി കൂടുതൽ എൻ്റെ ഈ ചോദ്യം ചോദിച്ച എൻ്റെ സുഹൃത്തുക്കൾക്ക്
ഇനി ഇതിൽ കൂടുതൽ മറുപടി എനിക്ക് തരണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ജനനം ഞാൻ പറഞ്ഞു 86-ലായിരുന്നു, ജൂലൈയിലായിരുന്നു. പിന്നീട് സിനിമകളെക്കുറിച്ച് പറഞ്ഞു. കുറേ സിനിമകൾ വിട്ടുപോയി. എത്രയോ സിനിമകൾ അദ്ദേഹം 13 വർഷങ്ങൾ കൊണ്ട് 40 സിനിമകളാണെന്ന് പുള്ളിയത് പറഞ്ഞു. ഇപ്പോൾ 40 സിനിമകളും എൻ്റെ ഓർമ്മയിലുണ്ടാവണമെന്നില്ല. പിന്നെ നോക്കി വായിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടുമല്ലോ. എങ്കിലും പുള്ളിക്കാരന് വ്യത്യസ്തമായുള്ള ഈ അഭിനയ മുഹൂർത്തങ്ങൾ ഇണക്കിക്കൊണ്ടുള്ള ആ പടങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതാണ് വലിയ വലിയ ഡയറക്ടർമാരുടെ മണ്ഡലത്തിൻ്റെ കൂടെയും അമൽ നീരദിൻ്റെ കൂടെയും ഒക്കെ അഭിനയിച്ചതും ഇപ്പോഴത്തെ ലക്കി ഭാസ്കറിൽ അഭിനയിച്ച വലിയൊരു ഡയറക്ടർ കൂടെ അഭിനയിച്ചതും അതൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അങ്ങനെയുള്ള വ്യത്യസ്തമായ വലിയ വലിയ നല്ല നല്ല ഡയറക്ടർമാരുടെ കൂടെ അഭിനയിക്കുമ്പം വ്യത്യസ്ത കഥാപാത്രങ്ങൾ നമുക്ക് ദുൽഖറിന് ഇനിയും പ്രതീക്ഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനി തുടർന്ന് നമുക്ക് വീണ്ടും ഒരു അവസരത്തിൽ കാണാം. ഇനിയും ദുൽഖറിൻ്റെ വലിയ വലിയ പടങ്ങൾ വരുമല്ലോ. അപ്പോൾ വീണ്ടും പറയാം. നന്ദി, നമസ്കാരം.